നമസ്കാരം. ഇന്നത്തെ തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ പീച്ചി ഡാമിലെ 4 ഷട്ടറുകളും ചരിത്രത്തിൽ ആദ്യമായി 72 ഇഞ്ച് വീതം ഉയർത്തി. 2018 പ്രളയകാലത്ത് 56 ഇഞ്ച് വീതം 4 ഷട്ടറുകളും തുറന്നതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന അളവ്. ഡാമിന്റെ അടിവാരത്തിൽ നിന്ന് മഞ്ഞക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഡാമിന്റെ 2 പ്രധാന ഉദ്യാനങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ മഴ പെയ്തൊഴിഞ്ഞത് ചൊവ്വാഴ്ച ഉച്ചയോടെ. മണിക്കൂറുകൾ പെയ്ത കനത്ത മഴ ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും കനത്ത നാശമാണ് വിതച്ചത്. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ടായതോടെ പലയിടത്തും ഗതാഗതം താറുമാറായി. കനത്ത മഴ തുടർന്നതിനാൽ പീച്ചി, വാഴാനി അണക്കെട്ടുകൾ തുറന്നു. മലയോര മേഖലയിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ്. ചാലക്കുടി പുഴയിൽ വെള്ളം അപകട നിലയിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. കുട്ടാടൻപാടം ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ ഒഴിപ്പിച്ചു. പഴയന്നൂർ, തിരുവിലാമല പഞ്ചായത്തുകളുടെ അതിരിലൂടെ ഒഴുകുന്ന ഗായത്രി പുഴ കരകവിഞ്ഞൊഴുകി. പുഴയോരങ്ങളിലെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. പ്രളയത്തിൽ തകർന്ന ശേഷം കോടികൾ മുടക്കി നവീകരിച്ച ഗായത്രി പുഴയിലെ ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ റെഗുലേറ്റർ നിറഞ്ഞു കവിഞ്ഞ് 100 മീറ്ററിലധികം വഴിമാറിയാണ് ഒഴുകിയത്. മണലിപ്പുഴ കരകവിഞ്ഞു. പാലിയേക്കര ടോൾ സമാന്തര പാത അടച്ചു. ടോൾ ഒഴിവാക്കി വാഹനങ്ങൾ കടന്നു പോകുന്ന പുഴയോട് ചേർന്നുള്ള റോഡാണ് അടച്ചത്. പുഴയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ പുതുക്കാട് പോലീസാണ് റോഡ് താൽക്കാലികമായി അടച്ചത്. മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ കളക്ടറെ ബന്ദിയാക്കിയെന്ന കേസിൽ പ്രായമായവരും 30-ലധികം സ്ത്രീകളും വർഷങ്ങളായി കോടതി കയറിയിറങ്ങി അനുഭവിച്ച യാതനയ്ക്ക് പര്യവസാനം. കേസിൽ പ്രതിസ്ഥാനത്തുള്ള എല്ലാവരെയും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു. 2015-ലുണ്ടായ സംഭവത്തിന് പിന്നാലെയുണ്ടായ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് KPCC സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടംകണ്ടത്താണ്. ഇത്രയധികം പേർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസെന്ന അപൂർവതയും ഇതിനുണ്ട്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. എറണാകുളം ചെറായി തൊണ്ടിത്തറയിൽ വീട്ടിൽ കൃഷ്ണരാജിനെയാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി ജയപ്രഭു ശിക്ഷിച്ചത്. 2016-ൽ കുട്ടിയുമായി പരിചയപ്പെട്ട പ്രതി ആദ്യം വയനാട്ടിലുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അസുഖത്തെ തുടർന്ന് മലയാളി ബാലിക ഒമാനിൽ നിര്യാതയായി. തൃശൂർ കൊടുങ്ങല്ലൂർ കരൂപ്പടന്ന സ്വദേശി അഫ്സലിന്റെ മകൾ ഹന ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം സമായിൽ ആശുപത്രിയിൽ മരിച്ചത്. മാതാവ് തസ്നീം. KMC CAയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി. സമായിൽ അൽ തസിൻ ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. ചേലക്കര കാളിയ റോഡ് പള്ളിക്ക് സമീപത്തെ കരടിമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ചൊവ്വാഴ്ച രാവിലെയും വൈകുന്നേരവുമാണ് മണ്ണിടിഞ്ഞത്. കാളിയ റോഡ് വട്ടപ്പറമ്പിൽ കരീമിന്റെ വീടിന് സമീപത്തേക്ക് മണ്ണിടിഞ്ഞു വീണു. പ്രദേശത്തെ 7 വീട്ടുകാരെ അങ്കണവാടിയിലേക്കും ബന്ധുവീടുകളിലേക്കുമായി മാറ്റി പാർപ്പിച്ചു. ഇവിടെ താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറി. മലയോര മേഖലയായതിനാൽ വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. കാളിയ റോഡ് പള്ളിക്ക് സമീപത്തെ കടകളിലും വെള്ളം കയറി. സാധന സാമഗ്രികൾ നശിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി ഉമിക്കുന്ന നഗറിലെ ആളൊഴിഞ്ഞ വീട് ഭാഗികമായി നിലംപൊത്തി. അരണാട്ട് മോഹനന്റെ നിർമ്മാണം പൂർത്തിയാകാത്ത കോൺക്രീറ്റ് വീടാണ് വീണത്. ചൊവ്വാഴ്ച രാവിലെ 9:30-നാണ് സംഭവം. വീടിന് പിന്നിലെ കുന്നിൽ നിന്നുള്ള ശക്തമായ നീരൊഴുക്കാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വീടിന്റെ മറുഭാഗം വീഴാൻ സാധ്യതയുള്ളതിനാൽ സമീപമുള്ള വീട്ടുകാർ ഭീതിയിലാണ്. മേപ്പാടി മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ 3 പേരുടെ കൂടി മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. പോത്തുകല്ല് അങ്ങാടിക്ക് സമീപം പഴയ തോണിക്കടവിനടുത്താണ് മൃതദേഹങ്ങൾ കണ്ടത്. പോത്തുകല്ലിൽ നിന്ന് ഇതുവരെ 60 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇവിടെയും ഇന്നും തെരച്ചിൽ നടത്തുന്നുണ്ട്. മേപ്പാടി മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഉച്ചയ്ക്ക് തുടങ്ങും. പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. നിരനിരയായി കിടത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഫോണിൽ ഫോട്ടോയുമായി എത്തുന്ന ബന്ധുക്കൾ. ഹൃദയഭേദകമാണ് ദുരന്തഭൂമിയിലെ ഓരോ കാഴ്ചയും. മണ്ണിനടിയിൽ ഇനിയും എത്ര പേരെ ഊഹിക്കാൻ പോലും ആകില്ല. മുണ്ടക്കയിലെ 540 വീടുകളിൽ ബാക്കിയുള്ളത് വിരലിലെണ്ണാവുന്നവ മാത്രം. 2 ഗ്രാമങ്ങളാണ് നാമാവശേഷമായത്. 100 കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താൻ ബാക്കി.
ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് ഓടിയവർ ഉറ്റവർക്കായി നെഞ്ചുലഞ്ഞ് തിരയുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഓരോ ദൃശ്യങ്ങളും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് ട്രെയിൻ ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുകയാണ്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് നടത്തുക. 12 സർവീസുകളുള്ള സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് ഓടുക. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. അഴീക്കോട് മുനമ്പം മേഖലയിൽ നിന്ന് കടലിൽ പോകുന്ന ബോട്ടുകൾ എല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറെടുത്തു. നാളെ അർദ്ധരാത്രി കടലിൽ ഇറക്കേണ്ട ബോട്ടുകളിൽ ഡീസലും ഐസും നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.